Hi everybody, AEC, English Language Skills for Commerce and Management, Semester 1st, University of Calicut. So today in this paper, we are going to discuss the chapter, The Science of Strong Business Writing. When we come to the chapter, it's clear that അതായത് ഒരു ബിസിനസ് റൈറ്റിംഗ് സക്സസീവായിട്ട് ഒരു നല്ലൊരു സ്ട്രോങ് ആയൊരു ബിസിനസ് റൈറ്റിംഗ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വേണം, എന്തൊക്കെ ക്വാളിറ്റീസ്, കഴിവുകൾ നമുക്ക് വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം ചെയ്യുന്നു. ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ്. ഇപ്പോൾ നല്ലൊരു രീതിയിൽ ഒരു ബിസിനസ് പേപ്പർ എഴുതാൻ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിക്കോട്ടെ, ഒരു ലെറ്റർ ആയിക്കോട്ടെ, ബിസിനസ് ലെറ്റർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഒരു എഴുത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് അത് നല്ലൊരു മികച്ചൊരു എഴുത്താവാൻ വേണ്ടിയിട്ട്, ആ ഒരു ബിസിനസ് റൈറ്റിംഗ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ശാസ്ത്രീയ രീതി എങ്ങനെയാണ്, അത് എഴുതേണ്ട രീതി എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ബിൽ ബർച്ചാർഡാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റൊക്കെയാണ്. സോ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ 8S ആണ്, ഞാൻ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഒരു 8S അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സിംപ്ലിസിറ്റി, സ്പെസിഫിക്, സെഡക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു 8S അദ്ദേഹം പറയുന്നുണ്ട്. ആ 8Sകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് റൈറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് എഴുതണം. അതാണ് ഈ സിംപ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് എഴുതണം, കൃത്യമായിട്ട് എഴുതണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതണം. സർപ്രൈസ് എന്നുള്ള എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ഈ വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്യൂരിയസ് ഉണ്ടാവണം, അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഒരു 8Sകൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ചാപ്റ്റർ. സോ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. എന്തൊക്കെയാണ് ആ 8Sകൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the chapter, The Science of Strong Business Writing. So the first slide, what the article is about. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ്? ഗുഡ് റൈറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഷെയർ ഐഡിയാസ് ക്ലിയർലി ആൻഡ് കൺവിൻസ് അതേഴ്സ്. അപ്പോൾ ഒരു കാര്യം, അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയ അത് വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഗുഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുകയാണ്. റൈറ്റിംഗ് വെൽ ഈസ് നോട്ട് ഓൺലി എ ടാലൻറ്റ്. അപ്പോൾ നന്നായിട്ട് എഴുതുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഓൺലി എ ടാലൻറ്റ്, ഇറ്റ്സ് ആൾസോ എ സയൻസ്. അപ്പോൾ അതൊരു ടാലൻറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതൊരു സയൻസ് കൂടിയാണ്. അപ്പോൾ സയൻറ്റിഫിക്കലി എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ, ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ, റീഡേഴ്സിനെ ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ റൈറ്റിങ്സ് ചെയ്യാം, എഴുത്തുകൾ എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ. Our brain reacts to good writing in special ways that make us feel happy and interested. പലപ്പോഴും നമുക്ക് നല്ല എഴുത്തുകളാണല്ലോ നമ്മൾ വായിക്കുക, നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുക നല്ല അട്രാക്റ്റീവായിട്ടുള്ള, നല്ല ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായ എഴുത്തുകളാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ബിൽ ബർച്ചാർഡ് explains 8 main qualities called the 8S that make writing strong and effective. അപ്പോൾ ഇവിടെ ഇദ്ദേഹം 8 ക്വാളിറ്റീസ് പറയുകയാണ്, 8Sകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നല്ലൊരു ഗുഡ് എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള 8 ക്വാളിറ്റികൾ. ഒന്നാമത്തത് സിംപ്ലിസിറ്റി. കീപ് യുവർ റൈറ്റിംഗ് ഷോർട്ട്, ക്ലിയർ ആൻഡ് ഈസി. അതായത് നമ്മൾ ഒരു എഴുത്ത് എഴുതുന്ന സമയത്ത് അത് വളരെ ഷോർട്ടായിട്ട്, ക്ലിയർ ആയിട്ട്, ഈസി ആയിട്ട് എഴുതുക. യൂസ് സിമ്പിൾ വേർഡ്സ് ആൻഡ് ആക്റ്റീവ് സെൻറ്റൻസസ്. വളരെ ആക്റ്റീവ് സെൻറ്റൻസുകളും അതുപോലെ തന്നെ സിമ്പിൾ വേർഡ്സും എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ്സ് സിമ്പിൾ റൈറ്റിംഗ് ഫാസ്റ്റർ. എപ്പോഴും ഈസി ആയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള എഴുത്തുകളാണ് ബ്രെയിൻ ഏറ്റവും വേഗതയിൽ ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ റൈറ്റിങ്സുകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് ഓർ ബിഗ് വേർഡ്സ് മേക്ക് ഇറ്റ് ഹാർഡ് ടു റീഡ്. വളരെ ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസുകളോ ബുദ്ധിമുട്ടുള്ള വാക്കുകളോ ഒക്കെ, വലിയ വാക്കുകളോ ഒക്കെ നമുക്ക് വായിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു തടസ്സമായിട്ട് നിൽക്കും. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവാതെ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രേക്ക്, അതല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാത്തൊരു പ്രശ്നം വരും. സോ അതൊക്കെ ഒഴിവാക്കുക. സിമ്പിൾ ഐഡിയാസ് ആർ ഈസിയർ ടു റിമെമ്പർ ആൻഡ് സൗണ്ട് മോർ ട്രൂ. അപ്പോൾ ആശയങ്ങൾ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഓഡിയൻസ് അല്ലെങ്കിൽ റീഡേഴ്സ് ഓർത്ത് വയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുകയാണ്.
ദെൻ രണ്ടാമത്തെ എസ് സ്പെസിഫിസിറ്റിയാണ്. എന്താ സ്പെസിഫിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? സ്പെസിഫിക്കായിട്ട്, കൃത്യമായിട്ട്, സ്പഷ്ടമായിട്ട് പറയുന്ന കാര്യം ലളിതമായിട്ട് മാത്രമല്ല കൃത്യമായിട്ട് പറയണം, ക്ലിയറായിട്ട് പറയണം. നോക്കാം. യൂസ് ക്ലിയർ ആൻഡ് ഡീറ്റെയിൽഡ് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ജനറൽ വൺസ്. അതായത് ജനറലായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നതിന് പകരം, ജനറലൈസ് ചെയ്ത് പറയുന്നതിന് പകരം സ്പെസിഫിക്കായിട്ട് പറയുക, കൃത്യമായിട്ട് പറയുക, ക്ലിയറായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുക. എക്സാമ്പിൾ, ഉദാഹരണത്തിന് സേ പെലിക്കൻ ഇൻസ്റ്റെഡ് ഓഫ് ബേർഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു റൈറ്റിങ്ങിൽ ബേർഡ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് പക്ഷിയാണെന്നുള്ളത് പറയണം. അപ്പോൾ പെലിക്കൻ ആണെങ്കിൽ പെലിക്കൻ എന്നുള്ള ബേർഡ്, പാരറ്റ് ആണെങ്കിൽ പാരറ്റ് എന്നുള്ള ബേർഡ്, ക്രൗ ആണെങ്കിൽ ക്രൗ എന്നുള്ള ബേർഡ്. അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുക. ദെൻ സ്പെസിഫിക് വേർഡ്സ് മേക്ക് പീപ്പിൾ സീ ആൻഡ് ഫീൽ വാട്ട് യു സേ. അപ്പോൾ നിങ്ങൾ എന്താണോ കാണുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണല്ലോ ഈ റീഡേഴ്സിന്. അതുകൊണ്ട് പറയുന്ന കാര്യം, എഴുതുന്ന കാര്യം സ്പെസിഫിക്കായിട്ട് പറയുക. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് വിവിഡ് ലാംഗ്വേജ് കീപ്സ് റീഡേഴ്സ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ, നല്ല ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ, വിവിഡ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ, ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള വിഷ്വൽ ഇമേജറീസ് തരുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് റീഡേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ക്യാച്ച് ചെയ്യാൻ എന്ന് പറയുകയാണ്. യൂസിങ് ഷോർട്ട് കാച്ചി ഫ്രേസസ്. അതുപോലെ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള കാച്ചി ആയിട്ടുള്ള ഫ്രേസുകൾ ഉപയോഗിക്കുക. ടിപ്പിംഗ് പോയിൻ്റ് തുടങ്ങിയ ഫ്രേസുകൾ ഉപയോഗിക്കുക. ദാറ്റ് ഹെൽപ്സ് പീപ്പിൾ റിമെമ്പർ യുവർ ഐഡിയ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഈ പറയുന്ന റീഡേഴ്സിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഐഡിയ പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് ക്യാച്ച് ആയിട്ടുള്ള ഫ്രേസുകളൊക്കെ നമുക്ക് എഴുത്തിൽ ഉപയോഗിക്കാം എന്ന് പറയുകയാണ്. ദെൻ മൂന്നാമത്തെ എസ് എന്ന് പറയുന്നത് സർപ്രൈസ്. റീഡേഴ്സ് ലൈക്ക് ടു ബി സർപ്രൈസ്ഡ്. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അവർക്കൊരു ബോറുണ്ടാക്കുന്ന രീതിയിൽ, അവരെ മടുപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് ആ ഒരു എഴുത്ത്. ഓരോ സെൻറ്റൻസും കഴിയുമ്പോൾ ഈ പറയുന്ന റീഡേഴ്സിന് കൂടുതൽ സർപ്രൈസ് ആവണം, കൂടുതൽ ക്യൂരിയസ് ആവണം അവർ അടുത്ത സെൻറ്റൻസ് വായിക്കാൻ വേണ്ടിയിട്ട്. റീഡേഴ്സ് ലൈക്ക് ടു ബി സർപ്രൈസ്ഡ്. അപ്പോൾ ഇഫ് യുവർ റൈറ്റിംഗ് ഈസ് ടു പ്രെഡിക്റ്റബിൾ, നിങ്ങൾ എഴുതുന്ന എഴുത്തെന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ, അതായത് അടുത്തെന്താണ് ഇയാൾ പറയാൻ പോകുന്നത് എന്നുള്ളത് ഊഹിക്കാം. ഇപ്പോൾ ചില സിനിമകളൊക്കെ അങ്ങനെയല്ലേ, പണ്ടത്തെ ചില സിനിമകളൊക്കെ അങ്ങനെയായിരുന്നു, ഒരു സ്ഥിരം ക്ലീഷയായിരുന്നു. അടുത്ത് എന്തായിരിക്കും സീൻ എന്നുള്ളത് നമുക്ക് ഊഹിച്ച് പറയാൻ പറ്റും. ഇനി അതായിരിക്കും സംഭവിക്കുക. പക്ഷേ ഇപ്പോഴത്തെ പല ഫിലിംസും അങ്ങനെയല്ല. പ്രതീക്ഷകൾക്കപ്പുറത്താണ് പല കാര്യങ്ങളും. അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു സർപ്രൈസ് എലമെൻറ്റ് ഇട്ട് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ എഴുതുന്ന ഈ എഴുത്തും ആ ഒരു എലമെൻറ്റ് വേണം. ഒരു പ്രഡിക്റ്റബിളായിട്ട് മാറരുതെന്ന് പറയുകയാണ്. അങ്ങനെ പ്രഡിക്റ്റബിളായിട്ട് മാറുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് സർപ്രൈസ് എലമെൻറ്റോട് കൂടിയിട്ട് വേണം എഴുതാനായിട്ട്. സോ നെക്സ്റ്റ്, ആഡ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഓർ ന്യൂ. എപ്പോഴും പുതിയ എന്തെങ്കിലും എഴുതാനായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സർപ്രൈസിങ് ഐഡിയാസ് മേക്ക് പീപ്പിൾ പേ മോർ അറ്റൻഷൻ ആൻഡ് റിമെമ്പർ ബെറ്റർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ അത് വായിക്കാൻ റീഡേഴ്സിന് പ്രത്യേക ഒരു അറ്റൻഷനും അതുപോലെ ഓർത്ത് വയ്ക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു സ്പേസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ചെയ്യുക. ദെൻ ഈവൻ എ ക്രിയേറ്റീവ് ഫ്രേസ് ഓർ ജോക്ക് ക്യാൻ മേക്ക് റൈറ്റിംഗ് മോർ ഫൺ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്രേസുകളോ ജോക്കുകളൊക്കെ ഉപയോഗിക്കുക നമ്മുടെ എഴുത്തിനെ കൂടുതൽ ഫണ്ണാക്കാൻ, കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കാൻ, സർപ്രൈസ് ആക്കാനൊക്കെ. ദെൻ ഫോർത്ത് വൺ, സ്റ്റിറിങ് ലാംഗ്വേജ്. അതായത് അതിൻ്റെ അർത്ഥം യൂസ് ഇമോഷണൽ വേർഡ്സ് ദാറ്റ് ടച്ച് പീപ്പിൾസ് ഹാർട്ട്. അതായത് ആൾക്കാരുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള സെൻറ്റിമെൻ്റലായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ്സസ് ഫീലിംഗ് ലൈക്ക് ജോയ്, ഫിയർ, ലവ് ഓർ ഹോപ്പ് മേക്ക് യുവർ മെസ്സേജ് സ്ട്രോങ്ങർ. അപ്പോൾ ആൾക്കാരുടെ ഹൃദയം തൊടുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വാക്കുകൾ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എഴുത്തിനെ കൂടുതൽ സമ്പുഷ്ടമാക്കുക. ദെൻ മെറ്റഫേഴ്സ് ക്രിയേറ്റ് എ ഡീപ്പർ ഇമോഷണൽ എഫക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് കൂടുതൽ മെറ്റഫറുകൾ, പോയറ്റിക് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ എഴുതുക. അപ്പോൾ ലാംഗ്വേജിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വെൻ യു റൈറ്റ് വിത്ത് റിയൽ ഫീലിംഗ് റീഡേഴ്സ് ഫീൽ ഇറ്റ് ടു. നമ്മൾ വളരെയധികം ഫീലോട് കൂടിയിട്ടാണ് എഴുതുന്നതെങ്കിൽ അതേ ഫീൽ ആർക്കും കിട്ടണം, റീഡേഴ്സിനും കിട്ടണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലാംഗ്വേജിനെ പരുവപ്പെടുത്തി ഒരു സ്റ്റിറിങ് ലാംഗ്വേജ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിൻറ്റ്, അല്ലെങ്കിൽ നാലാമത്തെ എസ് പറയുന്നത്. ദെൻ ദ ഫിഫ്ത്ത് വൺ, സെഡക്റ്റീവ്നെസ്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മേക്ക് റീഡേഴ്സ് ക്യൂരിയസ്. ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ സർപ്രൈസ് നമ്മൾ പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് സെഡക്റ്റീവ്നെസ്സും. ഒരു ക്യൂരിയസ് എലമെൻറ്റ് ഉണ്ടാക്കണം ആൾക്കാരിൽ. ബിൽഡ് എക്സൈറ്റ്മെൻറ്റ്, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കണം ഫോർ വാട്ട് കംസ് നെക്സ്റ്റ്, അടുത്ത് എന്താണ് വരിക എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, സോ
ക്രിയേറ്റ് എ ലിറ്റിൽ മിസ്റ്ററി സോ പീപ്പിൾ വാണ്ട് ടു കീപ്പ് റീഡിങ്. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു മിസ്റ്ററി ആൾക്കാരുടെ മനസ്സിലുണ്ടാക്കണം. അടുത്ത എഴുത്ത് വായിക്കാൻ, അടുത്ത സെൻറ്റൻസ് വായിക്കാൻ, അടുത്ത പാരഗ്രാഫ് വായിക്കാൻ. എക്സാമ്പിൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി ആൻഡ് സസ്പെൻസ് കീപ് ദ ബ്രെയിൻ ആക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റഡ്. പലപ്പോഴും ക്യൂരിയോസിറ്റി അതുപോലെ തന്നെ സസ്പെൻസ് തുടങ്ങിയ ഫാക്ടേഴ്സ് നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ ആക്റ്റീവ് ആക്കും, കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആക്കിയിട്ട് മാറ്റാനായിട്ട് ഇത്തരം എലമെൻസുകൾക്ക് സാധിക്കും എന്ന് പറയുകയാണ്. Then the sixth one, that is smart thinking. ഗിവ് റീഡേഴ്സ് ആഹാ മൊമെൻറ്റ്സ്. അതായത് ഒരു സ്മാർട്ട് തിങ്കിങ് നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ എഴുത്തിൽ. ആൾക്കാർക്ക് നമ്മുടെ എഴുത്ത് വായിക്കുമ്പോൾ ആഹാ സൂപ്പർ വാവ് എന്നുള്ളൊരു വാവ് ഫാക്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റണം. ന്യൂ ആൻഡ് സ്മാർട്ട് ഐഡിയാസ് ദാറ്റ് മേക്ക് ദം ഫീൽ ക്ലെവർ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ജസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തന്നെ ആരും തുടങ്ങാത്തൊരു പുതിയൊരു ബിസിനസ്, പുതിയൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിൽ സ്മാർട്ട് തിങ്കിങ് ഒക്കെ ഉപയോഗിച്ച് ആരും തുടങ്ങാത്തൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ആഹാ വാവ് എന്നുള്ള വാവ് ഫാക്ടർ ഉണ്ടാകും. നേരെ മറിച്ച് എല്ലാവരും തുടങ്ങുന്ന പോലത്തെ ഒരു ക്ലീഷേ അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടുമടുത്ത ഒരു സംഭവമാണ് ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു വാവ് ഫാക്ടർ അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, സ്മാർട്ടായിട്ട് ചിന്തിക്കുക. യൂസ് ന്യൂ കമ്പാരിസൺസ് ഓർ ഇൻസൈറ്റ്സ്. നമ്മൾ എഴുത്തിൽ ഇതൊക്കെ ബിസിനസ് എഴുത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, റൈറ്റിങ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ എഴുതുന്ന സമയത്ത് കൂടുതൽ ചിന്തിച്ച് സ്മാർട്ടായിട്ട് ചിന്തിച്ച് ചില വാക്കുകളൊക്കെ, ഫോർ എക്സാമ്പിൾ യൂസ് ന്യൂ കമ്പാരിസൺസ് ഓർ ഇൻസൈറ്റ്, പുതിയ കമ്പാരിസൺസ് ഒക്കെ ഉപയോഗിക്കുക. അതായത് മാൻ പ്ലസ് മെഷീൻ എന്നൊക്കെ ഉപയോഗിക്കുക. എന്തിന് പകരം മാൻ വേഴ്സസ് മെഷീൻ. പലപ്പോഴും മാൻ വേഴ്സസ് മെഷീൻ എന്നൊക്കെ നമ്മൾ പറയാറ്, അതിന് പകരം മാൻ പ്ലസ് മെഷീൻ. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്മാർട്ട് തിങ്കിങ്ങോട് കൂടിയിട്ട് ആൾക്കാരെ പിടിച്ചിരുത്തുക. ദെൻ സിമ്പിൾ ബട്ട് വൈസ് തോട്ട്സ് മേക്ക് യുവർ മെസ്സേജ് മെമ്മറബിൾ. അപ്പോൾ എത്ര സിമ്പിളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചിന്ത ഉണ്ടല്ലോ, വൈസ് തോട്ട്സ്, അത് നമ്മുടെ മെസ്സേജിനെ നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ റൈറ്റിങ്ങിൽ, ആ റൈറ്റപ്പിൽ അതിനെ കൂടുതൽ ഡീപ്പായിട്ട് അത് ഈ പറയുന്ന റീഡേഴ്സിലേക്ക് എത്തിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ സ്മാർട്ട് തിങ്കിങ് അത്യാവശ്യമാണ്. ദെൻ ദ സെവൻത്ത് വൺ ഈസ് സോഷ്യൽ കോണ്ടൻറ്റ്. അതായത് പീപ്പിൾ ലവ് റീഡിങ് അബൌട്ട് അതർ പീപ്പിൾ. എപ്പോഴും ആൾക്കാർക്ക്, മനുഷ്യരൊരു സോഷ്യൽ ബീയിങ് ആണല്ലോ അല്ലേ, ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ പീപ്പിൾ ലവ് റീഡിങ് അബൌട്ട് ദ അതർ പീപ്പിൾ. ആൾക്കാർക്ക് എപ്പോഴും മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് അറിയാനും അവരെക്കുറിച്ച് വായിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായിരിക്കും. ഹ്യൂമൻ സ്റ്റോറീസ് കണക്ട് വിത്ത് റീഡേഴ്സ് ഇമോഷൻസ്. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ കഥകൾ, ഹ്യൂമൻ സ്റ്റോറീസൊക്കെ എക്സിംപ്ലിഫിക്കേഷൻ ഒക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഒരു എഴുതുന്നതെങ്കിൽ ആ റീഡേഴ്സിന് കുറച്ചുകൂടി അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതേപോലെ പേഴ്സണലായുള്ള കുറച്ച് കാര്യങ്ങൾ എഴുത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഷോ യുവർ പേഴ്സണാലിറ്റി ഇൻ യുവർ റൈറ്റിംഗ്, യുവർ വോയിസ്, ഹ്യൂമർ ആൻഡ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ ഹ്യൂമർ, നിങ്ങളുടെ സ്റ്റൈൽ, അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്. ദെൻ ടോക്ക് ഡയറക്ട്ലി ടു ദ റീഡർ യൂസിങ് യു ടു മേക്ക് ഇറ്റ് ഫീൽ പേഴ്സണൽ. അതേപോലെ തന്നെ അയാൾക്കൊരു പേഴ്സണൽ ടച്ച് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബിസിനസ് റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഡയറക്ട്ലി യു എന്നുള്ളതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ റീഡേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊക്കെ എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് പറയുകയാണ്. എക്സാമ്പിൾ, യുവർ ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ നമ്മൾ ചില ആഡുകളൊക്കെ കാണാറുണ്ടല്ലേ, പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നോടാണ് പറയുന്നത് എന്നൊരു തോന്നലുണ്ടാവും. യുവർ ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നിങ്ങളുടെ ഐഡിയാസ് ഈ ലോകത്തിനെ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് സൗണ്ട്സ് ബെറ്റർ ദാൻ ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അതായത് ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുമ്പോഴും യുവർ ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. ഒരു പേഴ്സണൽ ടച്ച് വരുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. Then the last one, eighth point, eighth is storytelling. Stories are the most powerful way to share ideas. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സോഷ്യൽ കോണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോറീസ്, കഥകൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആൾക്കാർക്ക്. അതും ആൾക്കാർക്ക് മനുഷ്യരുടെ തന്നെ കഥകൾ, അവരുടെ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വായിച്ചറിയാനും കേൾക്കാനൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ്, ഇൻട്രസ്റ്റ് ആണ്. സോ സ്റ്റോറീസ് ആർ ദ മോസ്റ്റ് പവർഫുൾ വേ ടു ഷെയർ ഐഡിയാസ്. നമ്മളുടെ ഐഡിയ ഷെയർ ചെയ്യുകയാണ് ഒരു റൈറ്റിങ്ങിലൂടെ. അപ്പോൾ ആ സമയത്ത് എഴുതുമ്പോൾ ആ എഴുത്തിന് വായനക്കാരനെ പിടിച്ചിരുത്താൻ പറ്റണം. അതൊരു ട്രിക്കാണ്, ഒരു ടെക്നിക്കാണ്, ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലിൽ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചെടുത്തുക എന്ന് പറയുന്നത്. സോ ദ മേക്ക് റൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസി ടു റിമെമ്പർ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. ചില സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പാട്ടായിട്ടും കഥയായിട്ടും ഒക്കെ ചില ഇക്വേഷൻസും ചില ഡെറിവേഷൻസും സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതുപോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ഒരു ബിസിനസ് റൈറ്റിംഗ് എഴുതുമ്പോൾ എന്ന് പറയുകയാണ്.
സ്റ്റോറീസ് ആക്ടിവേറ്റ് മെനി പാർട്സ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ക്രിയേറ്റ് ഇമോഷണൽ കണക്ഷൻ. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ ആക്ടിവേറ്റ് ആക്കാനും അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇൻ ബിസിനസ്, സ്റ്റോറീസ് മേക്ക് മെസ്സേജ് മോർ ബിലീവബിൾ ആൻഡ് ഹ്യൂമൻ. അതുപോലെ തന്നെ ബിസിനസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് സ്റ്റോറീസ് മേക്ക് മെസ്സേജ് മോർ ബിലീവബിൾ, കൂടുതൽ ബിലീവബിൾ ആക്കി മാറ്റും. ദെൻ വിതൗട്ട് സ്റ്റോറീസ് റൈറ്റിംഗ് ഫീൽസ് ഡൾ ആൻഡ് ഫോർഗറ്റബിൾ. ഇപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒരു രീതി ഇല്ല എങ്കിൽ, നമ്മുടെ എഴുത്തിന് അങ്ങനെ ഒരു രീതി ഇല്ല എങ്കിൽ ആ ഒരു റൈറ്റിംഗ് ദാറ്റ് ഫീൽസ് ഡൾ ആൻഡ് ഫോർഗറ്റബിൾ, വളരെ ഡള്ളായിട്ടും പെട്ടെന്ന് മറന്നു പോകുന്ന ഈ റീഡേഴ്സിൻ്റെ മൈൻഡിൽ നിൽക്കാത്ത ഒന്നായിട്ടത് മാറും എന്ന് പറയുകയാണ്. സോ ഇനി എന്താണ് ഇതിൻ്റെ മെസ്സേജ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ മെസ്സേജ്? ഗുഡ് റൈറ്റിംഗ് കണക്ട്സ് വിത്ത് ബോത്ത് ദ മൈൻഡ് ആൻഡ് ഹാർട്ട്. അപ്പോൾ നല്ലൊരു റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തിനെയും ഒക്കെ പിടിച്ചിരുത്തുന്ന ഒന്നാണ്, അതിനൊക്കെ ഒരു കണക്ഷൻ കിട്ടുന്ന ഒന്നാണ്. ദ ബെസ്റ്റ് ബിസിനസ് റൈറ്റിംഗ് ഈസ് സിമ്പിൾ, ഇമോഷണൽ, സർപ്രൈസിങ് ആൻഡ് ഹ്യൂമൻ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയാലൊരു ബിസിനസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ലളിതമായിരിക്കണം, വൈകാരികമായിരിക്കണം, പലപ്പോഴും ഇമോഷണൽ ആയിരിക്കണം, സർപ്രൈസിങ് ആയിരിക്കണം, ഹ്യൂമൻ ടച്ച് ഉള്ളതായിരിക്കണം. ദെൻ യൂസ് ദ 8S ടു മേക്ക് യുവർ റൈറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് പവർഫുൾ. അപ്പോൾ നമ്മുടെ ഒരു റൈറ്റിങ്ങിനെ കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും പവർഫുള്ളും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 8S ഗൈഡ് ലൈനാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ട്രീറ്റ് യുവർ റീഡേഴ്സ് വിത്ത് കെയർ, റൈറ്റ് ഫോർ ദം ദ വേ യു വുഡ് വാണ്ട് അതേഴ്സ് ടു റൈറ്റ് ഫോർ യു. ഇനി ഇതിലെന്തൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് സ്ലൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ 8S ഒന്നും കൂടി ഏറ്റവും വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കാനായിട്ട് 1 സെൻറ്റൻസിൽ ഒതുങ്ങുന്ന രീതിയിൽ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ 8S, ഫസ്റ്റ് വൺ സിമ്പിൾ. എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ദെൻ സ്പെസിഫിക്, മീനിങ് ക്ലിയർ ആൻഡ് ഡീറ്റെയിൽഡ്. ദെൻ സർപ്രൈസിങ്, അതായത് ഫ്രഷ് ആൻഡ് ന്യൂ ഐഡിയാസ്. ദെൻ സ്റ്റിറിങ്, അതായത് ഫുൾ ഓഫ് ഫീലിംഗ് ലാംഗ്വേജ്. ദെൻ സെഡക്റ്റീവ്, ബിൽഡ് ക്യൂരിയോസിറ്റി. ദെൻ സ്മാർട്ട്, clever and thoughtful. Then social, human and personal connection. Then last one is story driven or storytelling, uses stories to connect. അപ്പോൾ ഈ ഒരു 8Sകൾ ഓർത്ത് വയ്ക്കുക. ഈ 8Sകളാണ് ഈ ഒരു ചാപ്റ്റർ, ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു 8Sകളെ കുറിച്ചാണ്. അതായത് ഒരു സക്സസീവ് ആയിട്ടുള്ള, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് പേപ്പർ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ് റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മളത് എഴുതുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗൈഡ് ലൈൻ, ഒരു 8S ഗൈഡ് ലൈനാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.